ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഓൺ വോയിസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 2, അതായത് 2020 ഡിസംബർ 2-നാണ്. അപ്പോൾ ഡിസംബർ 2-ന് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ ഷോർട്സ് ഒക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, യൂട്യൂബിൻ്റെ ഫീച്ചറായിട്ടുള്ള ഷോർട്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടാൽ എന്താണ്. അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ, അതുപോലെ തന്നെ വാട്സപ്പ് വീഡിയോസൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിന് ആ മൊബൈൽ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിനകത്തിലായിരുന്നു ആ മെയിൽ ഐ ഡി. അപ്പോൾ ആ മെയിൽ ഐ ഡി ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഇത് പുതിയതായിട്ടൊരു മൊബൈൽ എടുത്തപ്പോൾ നമ്മൾ പഴയ ആ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമോ ആ ഒരു മെയിൽ ഐ ഡിയെ കാര്യമോ അതൊന്നും ചിന്തിച്ചൊന്നുമില്ല. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതും ഒന്നുമില്ല. അങ്ങനെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ 2020 സ്റ്റാർട്ട് ചെയ്ത കാര്യം 2 വർഷമൊക്കെ അപ്പോഴത്തേനും എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞൊക്കെ ആയതിനു ശേഷം അപ്പോൾ വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ എന്താ. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്, ഞാനും വിഷ്ണുചേട്ടനും കൂടെ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ എന്നെ സ്റ്റാർട്ട് ചെയ്യുകയെന്ന് കരുതി യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ പഴയ ചാനലിൻ്റെ പേര് നടിച്ചു കൊടുത്തപ്പോൾ അതിനകത്തിൽ 332 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിലൊരു വീഡിയോ ഭയങ്കരമായിട്ട് വ്യൂസൊക്കെ ആയിട്ടുണ്ട്. അപ്പം വിചാരിച്ചു വന്നാൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് തുടങ്ങിയാൽ എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ആ ഒരു മെയിൽ ഐ ഡി പുതിയ മൊബൈലിൽ യൂട്യൂബ് ചാനൽ ആ ഒരു മെയിൽ ഐ ഡി തന്നെ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് രണ്ടാമത് വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ രണ്ടാമത് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാട്സപ്പ് വീഡിയോസ് ഒന്നും ആയിരുന്നില്ല ഇടുന്നത്, നമ്മുടെ തന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും മേക്കപ്പ് വീഡിയോസ് അതൊക്കെയാണ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ രണ്ടാമത് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് 6 മാസത്തോളം ആയതേ ഉള്ളൂ. അതായത് 6 മാസത്തിന് മുന്നെയാണ് രണ്ടാമത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേക്കിന് ആ വ്യൂസൊക്കെ ഏകദേശം ഒരു 200, 300 അത്രയൊക്കെ ആവുന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടിയോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഈ 332-ൽ നിന്ന് 333, 34, 35 അങ്ങനെ 1, 2 അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരു ദിവസം ഒരു 5 എണ്ണം അത്രയൊക്കെ അങ്ങനെ കൂടത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം വീഡിയോ ഇടാനും കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണല്ലോ രണ്ടാമത് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒരാൾ വേണം, അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൊബൈൽ അങ്ങോട്ട് എടുത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ആളിണ്ടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വിഷ്ണുചേട്ടൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ വിഷ്ണുചേട്ടൻ ഇല്ലാതെ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വിഷ്ണുചേട്ടനും കൂടെ ഉള്ള ദിവസമാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നന്നായിട്ട് അങ്ങനെ ക്ലിക്കായി, അങ്ങനെ അത് വൈറലായി ആ വീഡിയോ. അപ്പോൾ ഒരു 1.1 മില്യൺ സംതിങ് വ്യൂസ് ആയിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. ആ വീഡിയോ കാരണമാണ് നമ്മുടെ ചാനൽ കുറച്ചും കൂടി റീച്ച് ആയത്. അതിനുശേഷമാണ് പിന്നീട് ഒരു പുട്ടി വർക്ക് ചെയ്യുന്നത്, വാൾപുട്ടി ഡിസൈൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ മുതൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോഴത്തേന് ഈ പുട്ടി വർക്ക് ചെയ്താൽ എന്താണ് ഇങ്ങനെ തോന്നുമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുന്നേ ആകുമ്പോൾ ഞാൻ അനിയനെ എടുത്തതെന്ന് പറയാം, നമുക്ക് നമ്മുടെ വീടിൻ്റെ ഭിത്തിയിൽ ഇത് ചെയ്താലോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, എന്ത് വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം, ആര് പോയി വാങ്ങിക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വിഷ്ണുചേട്ടൻ പെയിൻറ്ററാണ്, അവന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാം, എന്ത് വാങ്ങിക്കണം എങ്ങനെ. അപ്പോൾ ഞാൻ വിഷ്ണുചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ ചെയ്താലോ. അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ പൊള്ളി ഇളകിയിരുന്നു. അപ്പോൾ വിഷ്ണുചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം, വിഷ്ണുചേട്ടൻ എന്തുവാ ചെയ്യുന്നത്. അപ്പോൾ അവന് കാര്യങ്ങൾ അറിയാനായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഏറെക്കുറെയൊക്കെ യൂട്യൂബിൽ കണ്ട ഒരു ഐഡിയ ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. പെൺകുട്ടി ചെയ്യുവാണെങ്കിൽ ആ വീഡിയോ കുറച്ചുകൂടെ റീച്ച് ആവും എന്നുള്ളൊരു രീതിയിലല്ല നമ്മളത് ചെയ്തത്. അപ്പോൾ ആളുകൾ കണ്ടപ്പോൾ പെൺകുട്ടി ചെയ്തതല്ലേ എന്നുള്ളൊരു രീതിയിൽ കുറച്ചും കൂടി അത് റീച്ചായി. അത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായി. അതൊരു 3.1 മില്യൺ സംതിങ് വ്യൂസോളാണ്. അപ്പോൾ ഈ 2 വീഡിയോസാണ് നമ്മുടെ ചാനൽ കുറച്ചും കൂടി റീച്ച് ആവാൻ കാരണം. അപ്പം പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നു. അപ്പോഴും നമ്മൾ നോക്കുക വാച്ച് അവർ ഒന്ന് കംപ്ലീറ്റ് ആകും. അപ്പോൾ അങ്ങനെ 6 മാസത്തിന് മുന്നേ തുടങ്ങിയ വീഡിയോയ്ക്ക് നമ്മുടെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 14-ലാണ് നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയത്. മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി നമ്മുടെ ചാനൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാലറി ആയിട്ട് എങ്ങനെ കിട്ടും, എന്ത് കിട്ടും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. 28 ദിവസം കഴിഞ്ഞിട്ടാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയതും റവന്യൂ ജനറേറ്റ് ആയതും എല്ലാം നിങ്ങളോട് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.